ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഹാന. ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് വീഡിയോയിലൊന്നും തന്നെ ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നടന്ന് ബസ് സ്റ്റോപ്പിലേക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് പിന്നെ കാണാം. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തിയിട്ട് കുറേ നേരം പോസ്റ്റ് അടിച്ച് ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമായിരുന്നു കേട്ടോ. കാരണം നേരത്തെ ബസ് സ്റ്റോപ്പിലെത്തി സാധാരണ നേരെ വഴുകാറാണ് പതിവ്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ വീഡിയോയിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഫൈനലി നമ്മൾ ബസ്സിൽ പോവാണ്. അപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. കുറേ നേരം ബ്ലോക്കിലായിരുന്നു. പിന്നെ ബ്ലോക്കൊക്കെ ഒന്ന് ഒതുങ്ങിയതിന് ശേഷം ബസ് എടുത്തത്. അപ്പോൾ നമ്മൾ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടിയുടെ എൻഗേജ്മെൻറ്റാണ് കേട്ടോ ഈ മാസം ലാസ്റ്റിൽ. അപ്പോൾ അവൾക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഇന്നലെ തന്നെ ഷോപ്പിൽ പോയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ എടുത്ത ജ്വല്ലറി അവൾക്ക് മാറ്റണം. അത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞിട്ട് നമ്മൾ ഇന്നും ഷോപ്പിൽ പോകാം കേട്ടോ. അപ്പോൾ അവൾ എന്നെയും കാത്തിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാനും കൂടെ ഒന്നിച്ച് പോയിട്ട് അത് മാറ്റാമെന്ന് വിചാരിച്ചിട്ട് പോണതാണ്. സോസ് ഇത് മതിയാ? മതി. ഗൈസ് ഞങ്ങൾ കട്ട്ലേറ്റ് എനിക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾ ഇന്നലെ പർച്ചേസ് ചെയ്തതാണ് ഉണ്ടായത്. പക്ഷെ അവൾക്ക് ഒരു സാറ്റിസ്ഫൈഡ് ആയില്ല. അപ്പോൾ അത് അവൾക്ക് മാറ്റണമെന്ന് കൊണ്ട് അങ്ങ് പോവാണ്. അവൾക്ക് സിമ്പിൾ വേണത്ര. ഇനി അവിടെ പോയിട്ട് നീ എന്ത് സിമ്പിൾ എടുക്കണേ നോക്കണം. റെന്റിന്റെ നീ ആദ്യം പോയിട്ട് ഇത് എക്സ്ചേഞ്ച് അത് പറഞ്ഞിട്ട് ഞാൻ റിങ് എടുക്കണ്ട. നിങ്ങൾ സെക്കൻഡ് റിങ് എടുത്താ ഇന്നലെ കേട്ടോ ഞങ്ങളിവിടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ പ്രൈഡ് എന്ന് പറഞ്ഞ ഷോപ്പിൽ പോയിട്ട് അവൾക്കുള്ള ഓർണമെൻറ്റ്സ് എടുത്തത്. നല്ല ഷോപ്പാണ്, പക്ഷെ നല്ല റേറ്റാണ്. അപ്പോൾ അവിടെ ഇപ്പോഴത്തെ വീഡിയോസും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡായ. പക്ഷെ അവൾക്ക് വീട്ടിൽ ചെന്നപ്പോൾ അതിട്ട് നോക്കിയപ്പോൾ ഒന്നും അവൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്തോ ഭയങ്കര ഓവറായിട്ട് ഫീൽ ചെയ്ത് അവൾക്ക്. അപ്പോൾ അത് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകണം. അപ്പോൾ അത് അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരുമോയെന്നൊന്നും ഞങ്ങൾക്ക് ഉറപ്പില്ല. ഞാൻ പറയണത് അവർ എക്സ്ചേഞ്ച് ചെയ്ത് തരുമെന്ന് നീ ചോദിച്ചിട്ട് ഞാൻ കയറണുള്ളൂ എന്നൊക്കെ പണ്ട് നിൽക്കുകയെന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടോക്കട്ടോ. ഇതാണ് ഞങ്ങൾ തലേദിവസം പോയിട്ട് ഓർണമെൻറ്റ്സ് എടുക്കാൻ മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഇതിൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഏതാണ് എടുത്തത്, പിന്നെ എങ്ങനെയായിരുന്നു ഞങ്ങൾ പെട്ടു. അടുത്ത മെമ്പർ ഹായ് യൂട്യൂബിൽ വേണമെങ്കിൽ ഫേമസ് ആണ്. നീ ഹായ് തന്നോ? ഇല്ലെങ്കിൽ നീ തരണ്ട. ഇങ്ങോട്ട് പോരെ. രസമുണ്ട്. ആ കൊള്ളാം. നോക്കട്ടെ. ഞങ്ങളെ ഷോപ്പിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാട്ടോ ഈ പ്രൈഡ് എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. പക്ഷെ പോയപ്പോൾ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല കേട്ടോ. അവിടെ ഇല്ലാത്തൊരു സാധനമില്ല. ഒരു മുട്ട് സൂചി തൊട്ട് നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും അവിടെ കേട്ടോ. കോസ്മെറ്റിക് ആയാലും ഫാൻസി ആയാലും കാണുമ്പോൾ നമുക്ക് എല്ലാം കൂടെ എടുക്കാൻ തോന്നുന്നു. അത്ര രസമായിട്ട് അവിടെ. എന്തെന്നാ പറയുന്നത്, എന്ത് രസമാണെന്നറിയോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആണെങ്കിൽ ഒടുക്കത്തെ
അങ്ങനത്തെ വിലയാണ് കേട്ടോ. ഒരു ചെറിയ സാധനത്തിന് വില നല്ല വിലയാണ്. അവളങ്ങോട്ട് കയറിയതും വില കേട്ടതും ഞെട്ടി, വേണ്ടായിരുന്നോ എന്ന് തോന്നി. പിന്നെ നമുക്ക് പിന്നെ രാവിലെ തന്നെയാണ് അവർ ഷോപ്പ് തുറന്ന ഒരു ടൈമിൽ തന്നെ നമ്മൾ പോകണം, കാരണം നമുക്ക് ഡ്യൂട്ടി ടൈമുള്ളതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയിട്ട് പിന്നെ ഒന്നും എടുക്കാണ്ട് പോരണത് മോശമല്ലേ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ഒന്നും എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ നിവർത്തിയിടോണ്ട് എടുത്ത് വന്നതാണ് കേട്ടോ. 1000 പള്ളിച്ചെന്ന് പറഞ്ഞാൽ മതി. ചെറുക്കൻ്റെ വീട്ടുകാർ അടിച്ച് പുറത്താകും. വില കുറവാന്ന് വെച്ചിട്ട് ഇവിടെ വന്നിട്ട് പെട്ട് കയ്യിലെ പൈസ മൊത്തം റേറ്റിലായിരുന്നു. ആടി അത് കറക്റ്റാ. നെറ്റ് കിട്ടണില്ലേ? ഓക്കേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ച് പോകുന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങളത് എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇപ്പം നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവരുടെ മുഖം അത്ര സുഖമില്ലായിരുന്നു. രാവിലെ തന്നെ എക്സ്ചേഞ്ച് ഒന്നും കൊണ്ട് പോകണത്, പക്ഷേ നമ്മൾ ആ റേറ്റിന് തന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അവർ രാവിലെ തന്നെ മറ്റേ ഭക്തിഗാനമൊക്കെ വെച്ചിട്ട് ഷോപ്പ് തുറന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണത് കേട്ടോ. അപ്പോൾ അടുത്ത മാല, കമ്മൽ, പിന്നെ ആ ഒരു സെറ്റ് അതവൾക്ക് വേണ്ട, എന്നിട്ട് വേറെ എന്തെങ്കിലും എടുക്കാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്കാണെങ്കിൽ 9:30 വരെ സമയമുള്ളൂ. 9:30ക്ക് ഞങ്ങൾക്ക് ഷോപ്പിൽ കയറണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതെടുത്ത് ഇതാവുള്ളൂ. പക്ഷേ ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എത്തിയത്. കോളിങ് അടി നോർമൽ കോൾ ചെയ്ത് നോക്ക്. അത് ഏതാണെന്ന് അറിയാതെ എങ്ങനെ എടുക്കാം. ഇനി അത് എക്സ്ചേഞ്ച് ചെയ്യാണ്ട്. എനിക്കുള്ള വാങ്ങാലോ. ഇപ്പം സമയമില്ലേ? സമയം എന്തായി? ആ പൈസക്ക് എനിക്കുള്ള വാങ്ങാം. ഇപ്പോൾ നോക്കിയിട്ട് കണ്ടിട്ട് നമുക്ക് പച്ച വേണ്ടേ? എടുത്തില്ല? അത് നന്നായിട്ടുണ്ട്. ഇത് രസമുണ്ടേ. ആ രസമുണ്ട്. അതിനെത്ര? 70. സെയിം ഉണ്ടാണാവോ? ആ നോക്കട്ടെ. നിനക്ക് നിർമ്മയുണ്ട്. ഞാൻ എന്തെടുക്കാം? ഇതിനെ എങ്ങനത്തെ ഉദ്ദേശിക്കണേ? അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നാൽ തന്നെ വലിയൊരു ലോകമാണ് കേട്ടോ. ഈ ഫാൻസി ഐറ്റംസിൻ്റെ നല്ലൊരു ലോകമാണ്. കാണുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാതെ പോരാനേ തോന്നില്ല. എനിക്ക് അത്രക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അല്ലാതെ വേറെ ഒന്നിനും വേണ്ടിയിട്ട് എടുത്തതല്ല. ജസ്റ്റ് ഞാനിപ്പോൾ ഈ എടുത്ത കാര്യങ്ങളൊക്കെ വെറുതെ ഒരു മെമ്മറീസ് എന്ന രീതിക്ക് എടുത്തത് മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ
അവളുടെ എൻഗേജ്മെൻറ്റ് നമ്മൾ അത്രയും കാത്തിരുന്നിട്ടുണ്ടാകുന്നൊരു സംഭവം. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തൊരു വീഡിയോ ഉണ്ട്, അല്ലാണ്ട് പ്രത്യേകിച്ച് വേറൊരു ഉദ്ദേശമില്ല. ഞാൻ ഇത്ര ദിവസമായിട്ട് വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല. അപ്പോൾ ചെന്നപ്പോൾ എനിക്കിങ്ങനെ എല്ലാം കണ്ടപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ അവളാണെങ്കിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഇതിലേക്ക് പോകുമ്പോൾ എല്ലാവരും ആദ്യമായിട്ട് തന്നെ, പക്ഷെ അവളൊരു സ്പെഷ്യൽ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തേണ്ട. അവൾക്കാണെങ്കിൽ അവിടെ ചെന്നിട്ട് പിന്നെ അവൾ അങ്ങനത്തെ അതൊന്നും ഇടാത്തതുകൊണ്ടായിരിക്കണം അവൾക്ക് ഒന്നും തൃപ്തിയാവണില്ല. കാരണം അവൾ പറയണത് വലിയ ആർഭാടാണ് എന്നാണ്. സിമ്പിൾ കാണിച്ചിട്ടും അവൾ പറഞ്ഞ ആർഭാടാണ്. അപ്പം എൻഗേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇത് വേണമല്ലോ, പക്ഷെ അവൾക്കത് എന്തോ പോലെ ആയിട്ട് അവളത് വേണ്ടാന്ന് പറഞ്ഞിട്ട് മാല നമുക്ക് എവിടുന്നെങ്കിലും റെൻറ്റിന് എടുക്കാം, ഇപ്പം ഈ പൈസക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാതെ നടക്കാട്ടെ, അപ്പോൾ ഈ പൈസക്ക് വേറെ എന്ത് വാങ്ങിക്കണം എന്നിങ്ങനെ തിരഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ ഇതാക്കി. ഞങ്ങൾക്കാണെങ്കിൽ സമയം കുറവാണ് കേട്ടോ. അപ്പോൾ 9:30 കയറണേ ഞങ്ങൾ 9:40 നേരത്താണ് ഷോപ്പിൽ കയറിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇട്ട് നിൽക്കണേ. പിന്നെ ഞങ്ങളെന്നുവെച്ചാൽ രാവിലെ ചായ ഒന്നും പ്രത്യേകിച്ച് കഴിച്ചിട്ടില്ല. ഞാനൊരു കട്ട്ലേറ്റ് അവളൊരു കട്ട്ലേറ്റ് കഴിച്ചു. ചായയും കാര്യങ്ങളൊന്നും കഴിച്ചില്ല, ഷോപ്പിൽ കയറേണ്ട കാരണം. അങ്ങനെ വന്നപ്പോഴാണ് കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഓണ സെലിബ്രേഷൻ ഉണ്ട്. അപ്പോൾ ഓണ സെലിബ്രേഷന് വേണ്ട കമ്മലും ഇതൊക്കെ അവളെടുത്തു. ഞാനൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. എനിക്കെല്ലാം കാണുമ്പോൾ നമുക്ക് വാങ്ങിക്കാൻ തോന്നും, പക്ഷെ ഞാൻ വിചാരിക്കും അയ്യോ നല്ല റേറ്റല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊന്നും വാങ്ങിച്ചില്ല. പിന്നെ നോക്കാൻ അത്ര സമയവും ഇല്ല, അതുകൊണ്ട് ഞാൻ വെറുതേക്ക് വീഡിയോ എടുത്ത് നടക്കുമായിരുന്നു. പിന്നെ നമ്മൾ എടുത്ത ഐറ്റംസൊക്കെ ഒന്ന് ബില്ലടിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട്, അപ്പോൾ അതവർ ബില്ലടിക്കുവാണ്. അപ്പോൾ അവളെന്താണ്ടൊക്കെ എടുത്തു ആ റേറ്റിന്. ശരിക്കും പറഞ്ഞാൽ അവൾക്ക് വൻ നഷ്ടമുണ്ടായത്. കാരണം ആ ഒരു 1400 സംതിങ് നമ്മൾ തലേദിവസം പർച്ചേസ് ചെയ്തു. ആ പർച്ചേസ് ചെയ്തിന്ന് അത്രയും സാധനങ്ങൾ മാറ്റിയിട്ട് ചെറിയ സാധനങ്ങളാണ് ഇന്ന് വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു അവൾക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടായത്. അങ്ങനെ കേട്ടോ. പക്ഷേ അവൾ തലേദിവസം വാങ്ങിച്ച ആ ഒരു മാലയും കമ്മലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ അവളത് വീട്ടിൽ ചെന്ന് ഇട്ട് നോക്കിയപ്പോൾ അവൾക്ക് എന്തോ ഒരു ആർഭാടം പോലെ അവൾക്ക് തോന്നുന്നു എന്നാണ് അവൾ പറയണത്. അവളങ്ങനെ ഇടാത്തതുകൊണ്ടായിരിക്കണം. അങ്ങനെ പിന്നെ നമ്മൾ ബില്ലെല്ലാം അടച്ച് പൈസ ഒക്കെ അവർ കറക്റ്റ് ആക്കി കൊടുത്തിട്ട് ചേഞ്ചൊക്കെ ചെയ്തു ഞങ്ങൾ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ വേറെ എന്തൊക്കെ വാങ്ങിച്ചു. ഞങ്ങളെ സമയം കഴിഞ്ഞു, കയറാനുള്ള സമയം കഴിഞ്ഞു. സാറിൻ്റെ കൈ നാട്ട് ഇവളാണ് എല്ലാത്തിനും ഉത്തരവാദി. ഞാനൊരു ചായ പോലും കുടിച്ചില്ല. ചായ കുടിച്ചാലോ? ഓണത്തിന് എനിക്ക് ബിരിയാണി വെച്ചാൽ മതി. ഓക്കെ, ടാറ്റാ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ നന്നായി നേരം വൈകിട്ടാണ്. നന്നായി നേരം വൈകി. സാർ ഇതൊക്കെ ശ്രദ്ധിക്കും, അതുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾ ഷോപ്പിലോട്ട് കയറി. ആരോടൊന്നും പറയണ്ട, വേഗം പഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. അല്ലാതെ അവിടെ നിൽക്കുവാണെങ്കിൽ പഞ്ച് ചെയ്യാൻ സമ്മതിക്കില്ല. കയറി ചെന്നപ്പോൾ അവിടെ ഓണ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.